കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് പകൽക്കാലവും മഹത്വപ്പെടുമാറാകട്ടെ. മാതാപിതാക്കൾ, സഹോദരങ്ങൾ, കുഞ്ഞുങ്ങൾ എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ വന്ദനം അറിയിക്കുന്നു. ഇന്നും നമുക്ക് ഒരുമിച്ച് ചേർന്ന് നമ്മുടെ കർത്താവിനെ പാടി സ്തുതിക്കാം. ഭാഗസുന്ദരനായ കർത്താവിനെ നമുക്ക് പാടി മഹത്വപ്പെടുത്താം. നമുക്ക് ഈ ലോകത്തിലെ ജഡിക സുഖങ്ങളെല്ലാം അത് ഇവിടം കൊണ്ട് തീരുമ്പോൾ വെള്ളത്തിൻ്റെ കുമിള പോലെ നിമിഷമാത്രമുള്ള ഈ ജീവിതം, ഈ ഏത് നിമിഷവും നമുക്ക് ഇവിടുന്ന് ഭൂമിയിൽ നിന്ന് നമ്മൾ മാറ്റപ്പെടും, അല്ലെങ്കിൽ കർത്താവിൻ്റെ വരവിൽ നമ്മൾ എടുക്കപ്പെടും. എന്നാൽ ഹല്ലേലൂയ, ആ കർത്താവിൻ്റെ വരവിൽ നമ്മൾ എടുക്കപ്പെടുവാൻ ഈ ലോക സുഖങ്ങളാകുന്ന അല്ലെ ജഡിക സുഖങ്ങളെ എല്ലാം വെടിഞ്ഞ് കർത്താവിൻ്റെ നാമമഹത്വത്തിനായി നമുക്ക് തീരാം. ആ കർത്താവിനെ നമുക്ക് പാടി മഹത്വപ്പെടുത്തുന്ന ഒരു പാട്ട്, എൻ പ്രിയനെ പോൽ സുന്ദരനായി ആരെയും ഞാൻ ഉലകിൽ എന്ന ഒരു പഴയ പാട്ട് നമുക്ക് ഒരുമിച്ച് ചേർന്ന് കർത്താവിനെ പാടി മഹത്വപ്പെടുത്താം. എൻ പ്രിയനെ പോൽ സുന്ദരനായ ആരെയും ഞാൻ ഉലകിൽ കാണുന്നില്ല, മേലാലും ഞാൻ കാണുകയില്ല. എൻ പ്രിയനെ പോൽ സുന്ദരനായ ആരെയും ഞാൻ ഉലകിൽ കാണുന്നില്ല, മേലാലും ഞാൻ കാണുകയില്ല. സുന്ദരന മനോഹര നിന്നെ പിരിഞ്ഞി ലോകയാത്ര, പ്രാകൃതരം ജാരന്മാരെ ഭരിക്കുമോ വത്സല. മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ, ഈ മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ. യെരൂശലേം പുത്രിമാരൻ ചുറ്റും നിന്നു രാപ്പകൽ, പ്രിയനോടുള്ള അനുരാഗം കവർന്നിടുകിൽ. യെരൂശലേം പുത്രിമാരൻ ചുറ്റും നിന്നു രാപ്പകൽ, പ്രിയനോടുള്ള അനുരാഗം കവർന്നിടുകിൽ. സുന്ദരന മനോഹര നിന്നെ പിരിഞ്ഞി ലോകയാത്ര, പ്രാകൃതരം ജാരന്മാരെ ഭരിക്കുമോ വത്സല. മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ, ഈ മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ. ലോകസുഖ സൗകര്യങ്ങളാകുന്ന പ്രതാപങ്ങൾ മോടിയോടു കൂടി എന്നെ മാടി വിളിച്ചാൽ. ലോകസുഖ സൗകര്യങ്ങളാകുന്ന പ്രതാപങ്ങൾ മോടിയോടു കൂടി എന്നെ മാടി വിളിച്ചാൽ. സുന്ദരന മനോഹര നിന്നെ പിരിഞ്ഞി ലോകയാത്ര, പ്രാകൃതരം ജാരന്മാരെ ഭരിക്കുമോ വത്സല. മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ, ഈ മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ. വെള്ളത്തിൻ കുമിള പോലെ മിന്നി വിളങ്ങിടുന്ന ജഡിക സുഖങ്ങൾ എന്നെ എതിരേൽക്കുകിൽ. വെള്ളത്തിൻ കുമിള പോലെ മിന്നി വിളങ്ങിടുന്ന ജഡിക സുഖങ്ങൾ എന്നെ എതിരേൽക്കുകിൽ. സുന്ദരന മനോഹര നിന്നെ പിരിഞ്ഞി ലോകയാത്ര, പ്രാകൃതര ജാരന്മാരെ ഭരിക്കുമോ വത്സല. മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ, ഈ മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ. സർവാംഗ സുന്ദരൻ തന്നെ എന്നെ വീണ്ടെടുത്തവൻ, സർവസുഖ സൗകര്യങ്ങൾ അർപ്പിക്കുന്നു ഞാൻ. സർവാംഗ സുന്ദരൻ തന്നെ എന്നെ വീണ്ടെടുത്തവൻ, സർവസുഖ സൗകര്യങ്ങൾ അർപ്പിക്കുന്നു ഞാൻ. സുന്ദരന മനോഹര നിന്നെ പിരിഞ്ഞി ലോകയാത്ര, പ്രാകൃതരം ജാരന്മാരെ ഭരിക്കുമോ വത്സല. മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ, ഈ മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ. സുന്ദരന മനോഹര നിന്നെ പിരിഞ്ഞി ലോകയാത്ര, പ്രാകൃതരം ജാരന്മാരെ ഭരിക്കുമോ വത്സല. മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ, ഈ മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ, ഈ മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ, ഈ മണ്ണെ പ്രതി
മാണിക്യം വെടിയുകില്ല ഞാൻ. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് പകൽക്കാലം പിന്നെയും മഹത്വപ്പെടുമാറാകട്ടെ. നമുക്ക് വചന ചിന്തയിലേക്ക് കടക്കാം. നമ്മൾ വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 24 25 അധ്യായങ്ങളാണ് നമ്മൾ പഠിക്കാനിരിക്കുന്നത്. അപ്പോൾ തന്നെ നമ്മൾ 24 അധ്യായം കഴിഞ്ഞ ദിവസത്തോടെ തീർന്നു. ഇനി നമുക്ക് ഇന്ന് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 25 അധ്യായത്തിൻ്റെ 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങളാണ് ഇന്ന് ചിന്തിക്കാൻ പോകുന്നത്. അതായത് ഒരുക്കമില്ലാത്ത കന്യകമാർ, അതാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമുക്ക് 25 അധ്യായത്തിൻ്റെ 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ ആദ്യം വായിക്കാം. ഹല്ലേലൂയ, സ്തോത്രം. സ്വർഗരാജ്യം മണവാളനെ എതിരേൽപ്പാൻ വിളക്കെടുത്തുകൊണ്ട് പുറപ്പെട്ട 10 കന്യകമാരോട് സദൃശ്യം ആകും. അവരിൽ 5 പേർ ബുദ്ധിയില്ലാത്തവരും 5 പേർ ബുദ്ധിയുള്ളവരും ആയിരുന്നു. ബുദ്ധിയില്ലാത്തവർ വിളക്കെടുത്തപ്പോൾ എണ്ണ എടുത്തില്ല. ബുദ്ധിയുള്ളവരോ വിളക്കോടുകൂടെ പാത്രത്തിൽ എണ്ണയും എടുത്തു. പിന്നെ മണവാളൻ താമസിക്കുമ്പോൾ എല്ലാവരും മയക്കം പിടിച്ചുറങ്ങി. അർദ്ധരാത്രിക്കോ മണവാളൻ വരുന്നു, അവനെ എതിരേൽപ്പാൻ പുറപ്പെടുവീൻ എന്ന് ആർപ്പുവിളിയുണ്ടായി. അപ്പോൾ കന്യകമാർ എല്ലാവരും എഴുന്നേറ്റ് വിളക്ക് തെളിയിച്ചു. എന്നാൽ ബുദ്ധിയില്ലാത്തവർ ബുദ്ധിയുള്ളവരോട്, ഞങ്ങളുടെ വിളക്ക് കെട്ടുപോകുന്നത് കൊണ്ട് നിങ്ങളുടെ എണ്ണയിൽ കുറെ ഞങ്ങൾക്ക് തരുവീൻ എന്ന് പറഞ്ഞു. ബുദ്ധിയുള്ളവർ, ഞങ്ങൾക്കും നിങ്ങൾക്കും പോരാ എന്ന് വരാതിരിപ്പാൻ നിങ്ങൾ വിൽക്കുന്നവരുടെ അടുക്കൽ പോയി വാങ്ങിക്കൊള്ളുവീൻ എന്ന് ഉത്തരം പറഞ്ഞു. അവർ വാങ്ങുവാൻ പോയപ്പോൾ മണവാളൻ വന്നു. ഒരുങ്ങി ഇരുന്നവർ അവനോട് കൂടെ കല്യാണ സദ്യയ്ക്ക് ചെന്നു വാതിൽ അടയ്ക്കുകയും ചെയ്തു. അതിൻ്റെ ശേഷം മറ്റേ കന്യകമാരും വന്നു. കർത്താവേ, കർത്താവേ, ഞങ്ങൾക്ക് തുറക്കണമേ എന്ന് പറഞ്ഞു. അതിനെ അവൻ, ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്ന് സത്യമായിട്ടും നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. ആകയാൽ നാളും നാഴികയും നിങ്ങൾ അറിയായിക കൊണ്ട് ഉണർന്നിരിപ്പീൻ. ഹല്ലേലൂയ. ഒരിക്കൽ ഒരു സങ്കല്പമാണിത് കേട്ടോ. ഒരിക്കൽ സാത്താനും ദുഷ്ട ആത്മാക്കളും ചേർന്ന് നടത്തിയ ഒരു സംഭാഷണം ഒരാൾ ഒളിഞ്ഞു നിന്ന് കേട്ടതായുള്ളൊരു ഭാവനാ സമ്പന്നമായ ഒരു കൽപ്പിത കഥ ഞാൻ കേട്ടിട്ടുണ്ട്. ഹല്ലേലൂയ. അത് നിങ്ങളോടൊന്ന് അവതരിപ്പിക്കുകയാണ്. ഇത് ബൈബിളിലുള്ള കാര്യമല്ല കേട്ടോ, സങ്കല്പിതമായ ഒരു കാര്യമാണ്. അത് വളരെ രസകരമായൊരു സംഭവമാണ്. ഈ കഥയുടെ പ്രസക്തിയും അതിൽ അന്തർലീനമായ ആശയത്തിൻ്റെ ആഴവും വളരെയധികം വിപുലമാണ്. സാത്താൻ ഒരിക്കൽ തൻ്റെ സേനാ വിഭാഗങ്ങളുടെ ഒരു അടിയന്തര സമ്മേളനം വിളിച്ചു ചേർത്തു. പതിവ് യോഗ പരിപാടികൾ തുടങ്ങിയതിന് ശേഷം സാത്താൻ തൻ്റെ അണികളോട് ഇപ്രകാരം ചോദിച്ചു: ആരാണ് എനിക്ക് വേണ്ടി ഒരു അടിയന്തര ദൗത്യവുമായി ഭൂമിയിലേക്ക് പോകുന്നത്? അവർ എനിക്ക് വേണ്ടി മനുഷ്യരുടെ ആത്മാക്കളെ നശിപ്പിക്കുവാനുള്ള പദ്ധതികൾ നടപ്പിൽ വരുത്തണം. സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളും അടക്കം എല്ലാവരും ദൈവത്തെ ഉപേക്ഷിച്ച് നമ്മോടൊപ്പം ചേർന്ന് നിൽക്കണം. അതിന് ഏത് വിധത്തിലുള്ള പദ്ധതികളാണ് നടത്തേണ്ടത്? ചുറുചുറുക്കുള്ള ഒരു യുവ ചെകുത്താൻ മുന്നോട്ട് വന്നു. ഞാൻ അവിടെ ചെന്ന് ഒരു സ്വർഗം ഇല്ലെന്നങ്ങ് പറയാം. സാത്താൻ അവനെ തുറിച്ചു നോക്കിക്കൊണ്ട് ഇപ്രകാരം പറഞ്ഞു: അത് നടപ്പിലാക്കാനാവില്ല. ഒരു സ്വർഗമുണ്ട് എന്ന് നൂറ്റാണ്ടുകളായി മനുഷ്യർ വിശ്വസിച്ചു വരുന്നു. നമ്മുടെ പരമശത്രുവായ ദൈവം അവർക്കൊരു പുസ്തകം നൽകിയിട്ടുണ്ട്. അതിൽ സ്വർഗത്തെ പറ്റിയുള്ള വിവരണമുണ്ട്. സ്വർഗത്തിൽ സങ്കടവും മരണവും വേദനയും കണ്ണുനീരും രോഗങ്ങളും അപകടങ്ങളും ദുഃഖങ്ങളും ഒന്നുമില്ലെന്ന് ആ പുസ്തകത്തിൽ എടുത്തു പറയുന്നുണ്ട്. അപ്പോൾ കറുകറുത്ത ഒരു ചെകുത്താൻ കൈ ഉയർത്തി. സംസാരിക്കുവാൻ സാത്താൻ അയാൾക്ക് അനുമതി കൊടുത്തു. ഞാൻ പോയി ഒരു നരകമില്ലെന്ന് മനുഷ്യരോട് പറയാം. സാത്താൻ്റെ മുഖം കൂടുതൽ വിവർണമായി. എടോ, അതൊന്നും നടക്കത്തില്ല. മനുഷ്യൻ്റെ മനസാക്ഷി തന്നെ അയാളോട് പറയുന്നത് ഒരു ദിവസം അവർക്ക് തങ്ങളുടെ പ്രവൃത്തികളുടെ ഫലം അനുഭവിക്കേണ്ടതായി വരുമെന്നാണ്. ഞാൻ മുൻപ് പറഞ്ഞ ആ പുസ്തകത്തിലാണെങ്കിൽ സ്വർഗത്തിനെ പറ്റി പറയുന്നതിലും കൂടുതൽ കാര്യങ്ങൾ നരകത്തെ പറ്റിയാണ് പറഞ്ഞിട്ടുള്ളത്. സാത്താന്യ സഭയിൽ അല്പനേരത്തേക്ക് മൗനം നിറഞ്ഞു. സാത്താൻ വീണ്ടും തുടർന്നു:
ഞാൻ അന്വേഷിക്കുന്നത് സകല വിഭാഗത്തിലും ഉൾപ്പെട്ട ലോകത്തെമ്പാടുമുള്ള വിവിധ സംസ്കാരത്തിലും രീതിയിലും ജീവിക്കുന്ന മനുഷ്യരെ മൊത്തത്തിൽ സ്വാധീനിക്കുവാൻ കഴിവുള്ള ഒരു പദ്ധതി നടപ്പിലാക്കാൻ കഴിവുള്ള ഒരാളെയാണ്. അപ്പോൾ പിൻനിരയിൽ നിന്ന് മൂന്നാമതൊരു ചെകുത്താൻ കൈ ഉയർത്തി നിന്നു. അഭിപ്രായം അറിയിക്കുവാൻ അനുമതി കിട്ടിയ ഉടനെ അവൻ തിടുക്കത്തിൽ പറഞ്ഞു, ആളുകളോട് ഞാനൊരു നരകമില്ലെന്നോ സ്വർഗമില്ലെന്നോ പറയുകയില്ല. യാതൊന്നിനും തിടുക്കം കൂട്ടേണ്ട കാര്യമില്ലെന്ന് ഞാൻ അവരോട് ഒതുക്കത്തിൽ പറഞ്ഞു മനസ്സിലാക്കാം. ഇത് ഒരു സങ്കല്പ കഥയാണ്. ഇത് കേട്ടപ്പോൾ സാത്താൻ്റെ മുഖം തെളിഞ്ഞു. സാത്താൻ ഇപ്രകാരമുള്ള ഒരു സമ്മേളനം നടത്തിയിട്ടോ ഇപ്രകാരമുള്ള പദ്ധതി നടപ്പാക്കാൻ തീരുമാനിച്ചതോ ആയി നമുക്കറിയില്ല. ഇതൊരു സങ്കല്പിതമാണ്. എന്നാൽ ഒരു കാര്യം നമുക്ക് തീർച്ചയാണ്, ഒന്നിനും ഒരു തിരക്ക് കൂട്ടേണ്ടതായ ആവശ്യമില്ലെന്ന് ആളുകൾ ചിന്തിക്കുന്നുണ്ട്. ഇത് സാത്താന് വളരെ ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുന്ന കാര്യത്തിൽ സാത്താൻ ഇപ്രകാരം പറയും, നിങ്ങൾക്കിനിയും ധാരാളം സമയം അവശേഷിക്കുന്നുണ്ട്. കുറച്ച് നാൾ കഴിഞ്ഞ് വേണമെങ്കിൽ നിങ്ങൾക്ക് ദൈവവുമായി അടുപ്പത്തിലാകാം. കാര്യങ്ങൾ ക്രമത്തിലധികം നീട്ടിവെക്കുന്നതാണ് സാത്താന് താല്പര്യം. കാരണം മനുഷ്യരുടെ ആത്മാക്കളെ അവന് സ്വന്തം ഇഷ്ടപ്രകാരം സമ്മർദ്ദത്തിലാക്കുവാൻ കഴിയുന്നതാണ്. കർത്താവ് തൻ്റെ ഒലിവുമല പ്രഭാഷണത്തിൽ, അതായത് മത്തായി എഴുതിയ സുവിശേഷം 25-ാമത്തെ അധ്യായത്തിലുള്ള കാര്യമാണ് പറഞ്ഞത്. കർത്താവ് തൻ്റെ പുനരാഗമനത്തിനും നിത്യതയ്ക്കും വേണ്ടി ഒരുങ്ങുന്നതിൻ്റെ ആവശ്യകതയെപ്പറ്റി മറ്റൊരു ഉദാഹരണം പറയുന്നുണ്ട്. ഇതിനെ 10 കന്യകമാരുടെ ഉപമ എന്നാണ് വേദപഠിതാക്കൾ വിശേഷിപ്പിക്കുന്നത്. ഇത് തയ്യാറെടുപ്പിനുള്ള 5 പ്രബോധനങ്ങളിൽ 4-ാമത്തേതാണ്. ഇതിൽ അടങ്ങിയിരിക്കുന്ന ഏറ്റവും പ്രധാന സന്ദേശം ഒരുങ്ങാതെ ഇരിക്കുന്നവർക്ക് പിന്നീട് ഒരിക്കൽ ഒരവസരം കൂടി ലഭിക്കുകയില്ല എന്നുള്ളതാണ്. കർത്താവ് പറഞ്ഞ ഈ കഥ അന്നത്തെ ജൂത സമൂഹത്തിന് വളരെ എളുപ്പത്തിൽ തന്നെ മനസ്സിലാക്കാൻ കഴിയുമായിരുന്നു. എന്നാൽ നമുക്കത് അത്ര ലളിതമല്ലതാനും. അതിന് നാം 1-ാം നൂറ്റാണ്ടിലെ യഹൂദന്മാരുടെ ആചാരമര്യാദകളും സാമൂഹിക പശ്ചാത്തലവുമൊക്കെ മനസ്സിലാക്കിയിരിക്കണം. വിവാഹ നിശ്ചയത്തോടു കൂടി തന്നെ സ്ത്രീ പുരുഷന്മാരെ നിയമപരമായി ഭാര്യ ഭർത്താക്കന്മാരായി അംഗീകരിക്കപ്പെടുന്നു. അതായത് ഈ ചടങ്ങ് നമ്മുടെ നാട്ടിലെ പോലെ കേവലം ഒരു കല്യാണം ഉറപ്പിക്കൽ മാത്രമല്ല എന്ന് തന്നെ നമ്മൾ കരുതണം. അവർ നിയമപരമായി ഭാര്യ ഭർത്താക്കന്മാരായി കണക്കാക്കപ്പെടുമെങ്കിലും അവർ ഒരുമിച്ച് താമസിക്കുകയോ സഹധർമ്മം അനുഷ്ഠിക്കുകയോ ചെയ്യുന്നില്ല. വിവാഹ നിശ്ചയം സാധാരണഗതിയിൽ വധൂഗ്രഹത്തിൽ വെച്ചാണ് നടക്കാറുള്ളത്. വരനും ബന്ധുജനങ്ങളും വധൂഗ്രഹത്തിൽ വന്ന് സ്ത്രീധനം നൽകുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനിക്കുന്നു. കാര്യങ്ങൾ ഒരു തീരുമാനത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഉഭയസമ്മതപ്രകാരം വിവാഹം ഉറപ്പിക്കുന്നു. തുടർന്ന് വരനും സംഘവും മടങ്ങിപ്പോകുന്നു. സ്വന്തം വീട്ടിൽ അയാളെ കാത്തിരിക്കുന്നത് ഭാരിച്ച ഉത്തരവാദിത്തങ്ങളാണ്. തൻ്റെ വധുവിന് താമസിക്കുവാൻ ഒരു ഇടം ഒരുക്കേണ്ടതുമുണ്ട്. മാസങ്ങളെടുത്ത് അതൊരുക്കി എല്ലാം ഭംഗിയായി കഴിയുമ്പോൾ വരൻ വധുവിനെ സ്വീകരിക്കുവാൻ മടങ്ങി വരും. ആഘോഷപരമായി വരുന്ന സംഘം വധുവുമായി മടങ്ങുന്നതും ആഘോഷമായി തന്നെ ആയിരിക്കും. വരൻ എന്നാണ് തന്നെ തേടി വരിക എന്നത് വധുവിന് നിശ്ചയമില്ലാത്തതിനാൽ മണവാട്ടിയും തോഴിമാരും എപ്പോഴും സന്നദ്ധരായിരിക്കേണ്ടതുണ്ട്. മണവാളനും പരിവാരങ്ങളും വന്നതിന് ശേഷമാണ് കല്യാണഘോഷം ഔപചാരികമായി ആരംഭിക്കുന്നത്. വധൂവരന്മാരും ബന്ധുമിത്രാദികളും ഇത് ഒരു സംഘമായിട്ടാണ് കല്യാണശാലയിലേക്ക് ആനയിക്കപ്പെടുന്നത്. ഈ ഘോഷയാത്രയിലാണ് തോഴിമാർ വിളക്കുമായി അകമ്പടി നിൽക്കേണ്ടത്. മണവാളൻ രാത്രിയിലാണ് വരുന്നതെങ്കിൽ തോഴിമാരായ കന്യകമാരുടെ കൈകളിൽ ഗ്രാമീണ പാതകളെ പ്രകാശപൂരിതമാക്കുന്നതിന് വേണ്ടി കത്തിജ്വലിക്കുന്ന ദീപങ്ങൾ ഉണ്ടായിരിക്കണം. അതിനായി പ്രകാശം ചൊരിയുവാനുള്ള വിളക്കുകൾ തങ്ങളുടെ കൈവശം കരുതി വയ്ക്കുക എന്നത് തോഴിമാരുടെ കർത്തവ്യമാണ്. ആഘോഷങ്ങൾ ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ അതവർ ഒരുക്കി വയ്ക്കേണ്ടതാണ്. അതുകൊണ്ടാണ് വിളക്കുമെടുത്ത് മണവാളനെ എതിരേൽപ്പാൻ പുറപ്പെട്ട 10 കന്യകമാർ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഈ കഥയിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന മറ്റൊരു വസ്തുത, അവരിൽ ചിലർ ബുദ്ധിമതികളും ചിലർ മടയികളുമായിരുന്നു എന്നാണ്.
അതായത് അടിസ്ഥാനപരമായി അവരിൽ 5 പേർ തയ്യാറെടുപ്പ് നടത്തിയിരുന്നവരും ബാക്കിയുള്ളവർ തയ്യാറെടുപ്പില്ലാത്തവരുമായിരുന്നു. കഥയിലെ ഏറ്റവും മർമ്മപ്രധാനമായ വസ്തുതയും ഇത് തന്നെയാണ്. തയ്യാറെടുത്തിരുന്നവർ ബുദ്ധിയുള്ളവരും അല്ലാത്തവർ ബുദ്ധിഹീനരുമാണെന്ന് കാണുന്നു. നമുക്ക് ആശ്ചര്യമുളവാക്കുന്ന ഒരു കാര്യം, യേശു മാനവവർഗത്തെ തരംതിരിക്കുവാൻ ഒരേ ഒരു മാനദണ്ഡം മാത്രമാണ് സ്വീകരിച്ചിട്ടുള്ളതെന്നാണ്. അതിന് ഒരു മധ്യസ്ഥാനമില്ല. ഈ ഭൂമുഖത്ത് ജീവിക്കുന്ന കോടിക്കണക്കിനുള്ള ജനവിഭാഗങ്ങളെ വിവിധ ശ്രേണിയിലാണ് നാം കണക്കാക്കാറുള്ളത്. നമുക്കിവിടെ വിവിധ രാഷ്ട്രങ്ങൾ, വർഗങ്ങൾ, ജാതികൾ, സംസ്കാരങ്ങൾ, മതങ്ങൾ തുടങ്ങിയ ഒട്ടേറെ തരംതിരിവുകളുണ്ട്. അതായത് മനുഷ്യരുടെ ഇടയിൽ വലിയ തോതിലുള്ള വിഭാഗീയത നിലനിൽക്കുന്നു. എന്നാൽ നമുക്ക് അവയെ എല്ലാം 2 കൂട്ടങ്ങളായി വിഭജിക്കാം. ഒന്നുകിൽ നിത്യതയ്ക്ക് വേണ്ടി തയ്യാറെടുപ്പുകൾ നടത്തുന്നവർ, അല്ലെങ്കിൽ തയ്യാറെടുപ്പുകൾ ഇല്ലാത്തവർ. ഈ കഥയിലെ 5 കന്യകമാർ അവർക്കാവശ്യമായ എണ്ണ കരുതിയിരുന്നില്ല. 5 പേരെന്താണ്? കരുതലുള്ളവരായിരുന്നു. ഈ ഭാഗം വായിക്കുമ്പോൾ നമുക്ക് ചില കാര്യങ്ങളെപ്പറ്റി വ്യക്തമായ ചില സംശയങ്ങൾ തന്നെ ഉണ്ടാകാം. ഒരു വലിയ ചോദ്യം ഇവിടെ ഉദിക്കുന്നു. എന്തിനാണ് അവർ വെളിച്ചത്തിന് വേണ്ടി വിളക്കുകൾ മാത്രം കരുതിയത്? എന്തുകൊണ്ടാണ് അതിലേക്ക് ആവശ്യമായ എണ്ണ കൂടി കരുതാതിരുന്നത്? ഈ ഒരു ചോദ്യം തന്നെ ഇന്ന് മനുഷ്യവർഗത്തോടും ചോദിക്കാവുന്നതാണ്. എന്തുകൊണ്ടാണ് ആളുകൾ നിത്യതയ്ക്ക് വേണ്ടി കരുതുന്നതിൽ മടി കാട്ടുന്നത്? എന്തുകൊണ്ടാണ് ആളുകൾ യേശുക്രിസ്തുവിൻ്റെ പുനരാഗമനത്തിന് വേണ്ടി തങ്ങളെ ഒരുക്കാതിരിക്കുന്നത്? ഈ കാരണങ്ങളാലാണ് യേശു അവരെ മടയരായി കണക്കാക്കുന്നത്. സൂചിത കഥയിലെ മറ്റൊരു പ്രധാന സവിശേഷത, മണവാളൻ അവരുടെ പ്രതീക്ഷയ്ക്ക് വിപരീതമായി ഏറെ കാലതാമസം എടുത്തു എന്നതാണ്. അതിൻ്റെ ഫലമായി അവരെല്ലാം ഉറങ്ങുവാനോ ഗാഢനിദ്രയിലാകുവാനോ ഇടയായി. ഉറങ്ങുവാൻ ചിലർക്ക് കാരണം അവർ എല്ലാം നന്നായി ഒരുക്കി വെച്ചു എന്നുള്ള ഉത്തമ ബോധ്യമായിരുന്നു. മറ്റ് ചിലരാകട്ടെ തങ്ങളുടെ അശ്രദ്ധ മൂലമാണ് ഉറങ്ങിയത്. രണ്ടാമത് പറഞ്ഞതാണ് കൂടുതൽ സ്വീകാര്യം. അതാണ് ഇന്നത്തെ സാഹചര്യവുമായി ഏറ്റവും നന്നായി ഇണങ്ങുന്നത്. കർത്താവായ യേശുക്രിസ്തു പോയിട്ട് നാളുകൾ ഏറെ ആയിരിക്കുന്നു, അവിടുന്ന് മടങ്ങി വരും എന്നുള്ള ചിന്താഗതി തന്നെ അനേകരും മറന്നു കഴിഞ്ഞിരിക്കുന്നു. ചിലരാകട്ടെ അത് പാടേ മറന്നു കഴിഞ്ഞു. ചിലർ ഈ വിഷയം പൂർണ്ണമായി തള്ളിക്കളഞ്ഞു. അവരുടെ ആത്മീക ധാർമ്മിക ബോധമണ്ഡലം മരവിച്ചു പോയിരിക്കുന്നു. ഉത്സാഹത്തിൻ്റെ ലക്ഷ്യബോധവും നഷ്ടപ്പെട്ടിരിക്കുന്നു. എന്നാൽ അവിടുന്ന് താമസം കൂടാതെ തന്നെ മടങ്ങി വരും. ഒട്ടുമിക്ക പേർക്കും ഇതിനെപ്പറ്റി കാര്യമായ അവബോധമില്ലെങ്കിലും അഥവാ മറന്നിരിക്കുന്നു എങ്കിലും യേശു കർത്താവ് തീർച്ചയായും മടങ്ങി വരുന്നതാണ്. ഇത് അനേകർക്ക് സംഭ്രമമുണ്ടാക്കുന്ന ഒരു വർത്തമാനം തന്നെയായിരിക്കും. മണവാളൻ്റെ ആഗമന സമയത്ത് 5 കന്യകമാർ ഒരുക്കമില്ലാത്ത അവസ്ഥയിൽ ആയിരുന്നതിനാൽ ആ പ്രതിസന്ധിയെ തരണം ചെയ്ത് ആഘോഷ സംഘത്തോടൊപ്പം ചേരുവാൻ അവർ തങ്ങളാലാവുന്ന തരത്തിൽ പല ശ്രമങ്ങളും നടത്തി നോക്കി. എന്നാൽ വളരെ താമസിച്ചു പോയതിനാൽ അവർ കല്യാണ സദ്യയിൽ പങ്കെടുക്കുവാൻ കഴിഞ്ഞില്ല. അവർ ഓടിക്കിതച്ച് എത്തിയപ്പോഴേക്കും വാതിൽ കൊട്ടിയടയ്ക്കപ്പെട്ടു. കർത്താവിനെ കാണുവാൻ തങ്ങൾക്ക് ഇനിയും അവസരം ലഭിക്കുകയില്ലെന്ന് അറിവ് കിട്ടിക്കഴിയുമ്പോൾ തിരസ്കരിക്കപ്പെടുന്നവരുടെ ഹൃദയത്തിൽ ഉണ്ടാകുന്ന സംഭ്രമവും നടുക്കവും വിദ്വേഷവും നാം സങ്കല്പിക്കാവുന്നതിലും അധികം ഭീകരമായിരിക്കും. ഈ ലോകത്തിലെ സകല ദുഃഖങ്ങളും കണ്ണീരും കൂടിച്ചേർന്നാലും ഈ സ്ഥിതിക്കൊരു മാറ്റവും ഉണ്ടാകുകയില്ല. ഒരുക്കത്തിനും ആത്മതപനത്തിനുമൊക്കെയുള്ള അവസരങ്ങൾ കഴിഞ്ഞുപോയി. ഇനിയും ഒരു അഴിച്ചുപണിയും ശേഷിക്കുന്നില്ല. ഇതാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു സൂചിപ്പിച്ച 10 കന്യകമാരുടെ കഥയിൽ അന്തർലീനമായ മുന്നറിയിപ്പിൻ്റെ കാതൽ. ഹല്ലേലൂയ. നിങ്ങൾക്ക് ഇന്ന് വിളക്കിൽ എണ്ണ ഒഴിക്കാത്ത കന്യകമാരെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഞാനൊരു കാര്യം പറയട്ടെ. കർത്താവിൻ്റെ വരവിങ്കൽ അതെ നമ്മൾ
വിശ്വസ്തയോടെ നിൽക്കുകയാണെങ്കിൽ, വിശുദ്ധിയോടെ നിഷ്കളങ്കതയോടെ നിൽക്കുന്നവരെ ചേർക്കാനാണ് കർത്താവ് വരുന്നതെങ്കിൽ, മുമ്പേ സാത്താൻ്റെ കാര്യവും നമ്മൾ പറഞ്ഞതുപോലെ സാത്താൻ സങ്കല്പമാണെങ്കിൽ പോലും സാത്താൻ എപ്പോഴും നമ്മുടെ സമയത്തെ ദീർഘിക്കാൻ നോക്കും. നമ്മൾ ഏതെങ്കിലും തലത്തിൽ മാനസാന്തരപ്പെടാനുള്ള അതേ സമയം ഇന്നാണ് നമ്മൾ മാനസാന്തരപ്പെടേണ്ടതെങ്കിൽ നാളത്തെ കാര്യങ്ങൾ കൂടെ കഴിഞ്ഞല്ലേ, നാളെ ചില കാര്യങ്ങൾ കൂടെ ക്രമീകരിക്കാനുണ്ട്, അല്ലെ നാളെ ഞാൻ മാനസാന്തരപ്പെടാം, അല്ലെങ്കിൽ ഞാൻ കുറച്ചുകൂടെ കഴിയട്ടെ, ഞാനൊന്ന് ക്രമീകരിക്കാൻ, ഇനി ചില കാര്യങ്ങൾ കൂടെയൊക്കെ ചെയ്യാനുണ്ട്, അതുകൊണ്ട് അതൊക്കെ ഒന്ന് കഴിയട്ടെ, ഒന്ന് ഒതുങ്ങട്ടെന്ന് പറയുമ്പോൾ സാത്താൻ നമ്മളെ ഹൃദയത്തിനകത്ത് കയറി നമ്മളെ താമസിപ്പിച്ച് സാത്താൻ നമ്മുടെ ചിന്താമണ്ഡലങ്ങളെ ഡൈവേർട്ട് ചെയ്ത് ഹല്ലേലൂയ നമ്മുടെ സമയത്തെ ദീർഘിപ്പിച്ച് ഒന്നുകിൽ നമ്മുടെ കർത്താവ് വരും, അല്ലെങ്കിൽ നമ്മൾ ഇവിടെ ഏതെങ്കിലും തരത്തിൽ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു പോകുമ്പോൾ നമ്മൾ എവിടേക്കാണ് പോകുന്നതെന്നുള്ള തിരിച്ചറിവും സുബോധവും ഉള്ളവരായി ഇന്ന് പകൽക്കാലം ഇരിപ്പാൻ പരിശുദ്ധാത്മാവ് നമ്മളെ ഒന്നുകൂടെ ബോധ്യപ്പെടുത്തിയതാണ്. വളരെ ഒരുങ്ങിയിരിക്കണം. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിലെ സകല മേഖലകളിലും കർത്താവിൻ്റെ വരവ് ഏറ്റവും ആസന്നമായതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞതുപോലെ കർത്താവിൻ്റെ വരവ് താമസിച്ചെങ്കിൽ നാളെ നമുക്ക് കാണാം. കർത്താവ് ഇന്ന് രാത്രിയിൽ അല്ലെങ്കിൽ ഈ നിമിഷം മുതൽ ഏത് നിമിഷവും കർത്താവ് വന്നാൽ നിങ്ങൾ ഒരുങ്ങിയിരിക്കുന്നവരാണോ ഞാനും നിങ്ങളും? ഹല്ലേലൂയ, സ്തോത്രം. നിങ്ങളുടെ നേരെ ഒരു വിരൽ ചൂണ്ടുമ്പോൾ ബാക്കി 4 വിരലും എൻ്റെ മേൽ ചൂണ്ടുകയാണ്. ഞാനും ഒരുങ്ങിയിട്ടുണ്ടോ? പ്രിയ ദൈവ പൈതലേ, നമ്മൾക്ക് ഒരുമിച്ച് നമ്മുടെ കർത്താവിനെ വിശ്വാസത്തോടെ ദൈവത്തിൻ്റെ കൽപ്പന പ്രകാരം ദൈവം ആഗ്രഹിക്കുന്ന ആ വിശ്വസ്തതയിൽ ദൈവത്തിൻ്റെ ആ വിശുദ്ധിയോടെ ദൈവം വിശുദ്ധനായിരിക്കുന്നത് പോലെ നമ്മൾ വിശുദ്ധരായിരിക്കണം. ദൈവം നിഷ്കളങ്കനായിരിക്കുന്നത് പോലെ നമ്മൾ നിഷ്കളങ്കരായിരിക്കണം. ദൈവം നീതിമാനായ ദൈവമാണ്. ദൈവം സത്യത്തിൻ്റെ ഉടമയാണ്. ദൈവം സ്നേഹത്തിൻ്റെ പൂർത്തീകരണമാണ്. ആ കർത്താവിനെ രുചിച്ചറിഞ്ഞിട്ട് ആ കർത്താവിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ ആ കർത്താവ് നമ്മളെ ഏൽപ്പിച്ച ദൗത്യം എന്താണെന്ന് തിരിച്ചറിഞ്ഞ് നമ്മളും ഒരുങ്ങി അനേകരെ ഒരുക്കുവാനാണ് നമ്മളെ വിളിച്ചിട്ടുള്ളെങ്കിൽ അനേകരോട് ശക്തമായ കർത്താവിൻ്റെ സത്യ സുവിശേഷം അറിയിക്കുവാൻ സമയം കഴിഞ്ഞു. കൊയ്ത്തേറെയുണ്ട്, വേലക്കാരോ ചുരുക്കമാണ്. ഇന്ന് പകൽക്കാലം നമ്മൾ ഒരുങ്ങിയിട്ടുണ്ടോ? കർത്താവിൻ്റെ ഏത് സമയം വരും, അതുകൊണ്ട് ഇനിയും നമ്മുടെ സമയം ദീർഘിക്കരുത്. ഹല്ലേലൂയ. നോഹ പെട്ടകം ഉണ്ടാക്കിയപ്പോൾ ഹല്ലേലൂയ ഉണ്ടാക്കുന്ന സമയം മുതൽ പറഞ്ഞു വെള്ളം കയറാൻ പോവാ. എന്നാൽ ആരും മൈൻഡ് ചെയ്തില്ല. ദൈവത്താൽ നിർണയിക്കപ്പെട്ടത് പെട്ടകത്തിനകത്ത് കയറിയതുപോലെ കർത്താവിൻ്റെ വരവിങ്കൽ സ്തോത്രം എടുക്കപ്പെടുവാൻ തക്കവണ്ണം തയ്യാറായവരെ ദൈവം ചേർക്കും. ബാക്കിയുള്ളവർ കൈവിടപ്പെട്ടു പോകും. ഇന്ന് പകൽക്കാലം കൈവിടപ്പെട്ടു പോകുന്നവരുടെ ലിസ്റ്റിൽ പെടാനിരിക്കുകയാണോ? നാളെയാണോ നിങ്ങളുടെ സമയം മാറ്റിയൊക്കെ ഒരുങ്ങാൻ? ഇപ്പോൾ തന്നെ ഒരുങ്ങുക. ദൈവത്തിൽ ആശ്രയിക്കുക. നമ്മളോട് ഹല്ലേലൂയ നമ്മളെ ദ്രോഹിക്കുന്നവരെ, നമ്മളെ വേദനിപ്പിക്കുന്നവരെ, അല്ലെങ്കിൽ നമ്മളെ കഷ്ടത്തിലാക്കും എന്ന് വാദിച്ചു നിൽക്കുന്നവരോട്, വാശിയുള്ളവരോട്, പകയുള്ളവരോട് നമ്മൾ സ്നേഹം ആചരിക്കുവാൻ നമ്മൾ ആഗ്രഹിക്കുക. ആ ദൈവത്തിൻ്റെ ഞാൻ എന്നെ കുറിച്ച് പറയുവാണെങ്കിൽ ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. ഡെയിലി ഞാൻ എൻ്റെ കർത്താവിൻ്റെ കാൽവരി ക്രൂശിലേക്ക് യാത്ര ചെയ്യും. ഹല്ലേലൂയ. എൻ്റെ കർത്താവ് ആ പച്ചമരം എടുത്തുകൊണ്ട് പോകുന്നതും വീണും എഴുന്നേറ്റും കർത്താവ് പോകുന്നതും കർത്താവിൻ്റെ ഓരോ കാര്യങ്ങളും ഓർത്തിട്ട് ഞാൻ ദൈവത്തോട് പറയാം, അപ്പാ എന്നെ ഇനിയും രൂപാന്തരപ്പെടുത്തേണ്ട ഏതൊക്കെ മേഖലകളാണ്, ഞാൻ പോലും സ്തോത്രം മറന്നുപോയി ഉപബോധ മനസ്സിൽ കിടക്കുന്ന ദൈവത്തിന് വിരോധമായി എന്തെങ്കിലും മേഖലകളുണ്ടെങ്കിൽ അപ്പാ എൻ്റെ കുറവുകളെ ക്ഷമിക്കണമേ എന്ന് ഞാൻ എന്നും പ്രാർത്ഥിക്കും. ഇന്ന് പകൽക്കാലവും നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളെ ശുദ്ധീകരിക്കണമേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. അപ്പാ, ഞാൻ നിർമ്മലാകേണ്ട നീ സോപ്പ് കൊണ്ട് എന്നെ കഴുകണമേ. നിർമ്മലമായൊരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായൊരു ആത്മാവിനെ എന്നിൽ പുതുക്കണമേ. ഹല്ലേലൂയ. അനേകരെ നമുക്കൊരുക്കാം, നമ്മൾക്ക് ഒരുങ്ങാം. ഇന്ന് പകൽക്കാലം ആ വിളക്കിൽ എണ്ണ ഒഴിച്ച കന്യകമാരെ പോലെ ഇന്ന് പകൽക്കാലം നമ്മൾക്ക് ഒരുങ്ങിയിരിക്കാം. ഇനിയും വിളക്കിൽ എണ്ണ ഒഴിക്കാത്ത കന്യകമാർ പിന്നെ എണ്ണയ്ക്ക് വിൽക്കുന്ന സ്ഥലത്തേക്ക് പോയപ്പോഴത്തേക്കും കർത്താവ് വന്നു. ഹല്ലേലൂയ. ആ കല്യാണശാലയിൽ ജനത്തെ വിളക്കിൽ എണ്ണ ഒഴിച്ചവരെ കയറ്റി കതകടച്ചു. ഹല്ലേലൂയ. പിന്നെ നമ്മൾ കർത്താവേ എന്ന് പറഞ്ഞാൽ, കർത്താവിൻ്റെ വരവിൽ നമ്മൾ എടുക്കപ്പെട്ടില്ലെങ്കിൽ പിന്നെ കർത്താവേ എന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നെ ഒരു ചാൻസ് ഇല്ല. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഒരുങ്ങിയിട്ടുണ്ടോ? ദൈവസന്നിധി നമ്മൾ ഒരുങ്ങിയിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ദേഹം, ദേഹി, ആത്മാവ് നമ്മൾ രക്ഷിക്കപ്പെട്ടിട്ടോ സ്നാനപ്പെട്ടിട്ടോ
ചില അന്യഭാഷയിൽ ആരാധിച്ചത് കൊണ്ടോ സ്വർഗത്തിൽ പോകത്തില്ല. ഇന്ന് പകൽക്കാലം എടുക്കപ്പെട്ട തീരുമാനത്തിൻ്റെ മുന്നിലാണ് നമ്മൾ സ്വർഗത്തിലേക്ക് പോകുന്നത്. ഹല്ലേലൂയ. വിശുദ്ധിയോടെ നിഷ്കളങ്കതയോടെ നിൽക്കുന്നവരെ ചേർക്കാനാണ് കർത്താവ് വരുന്നത്. അതുകൊണ്ട് നമ്മുടെ ഹൃദയത്തെ ഒന്നുകൂടെ രൂപാന്തരപ്പെടുത്തുവാൻ ദൈവം ഇന്ന് സഹായിക്കട്ടെ. അതിനായി നമ്മളെ സമ്പൂർണ്ണമായി സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം. കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. പലര് പ്രാർത്ഥനയ്ക്ക് ആവശ്യപ്പെട്ടവരുടെ വിഷയങ്ങളെയൊക്കെ ആദ്യം നമുക്ക് കൊടുക്കാം. കേൾക്കുന്ന നമ്മൾ ഒരുമിച്ച് പാടി ദൈവത്തിൻ്റെ വചനം കേട്ടു. ഇനി നമ്മൾ പ്രാർത്ഥിക്കാൻ ഒരുമിച്ച് ഒരു മനസ്സോട് ഒരാത്മാവോട് പ്രാർത്ഥിക്കാൻ പോവാ. എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, നമുക്കൊരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഞാൻ ഇവിടുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്ന വാചകം നിങ്ങൾ കേട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ നമ്മൾ ഒരുമിച്ചാണ് പ്രാർത്ഥിക്കുന്നത്. ആ ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്തി പ്രാർത്ഥിക്കുമ്പോൾ ഇനിയും കേൾക്കാനിരിക്കുന്ന ജനവും വിടുവിക്കപ്പെടുവാൻ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധനെ, ഞങ്ങളെ ഒരുമിച്ച് അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു പിതാവേ. അല്പസമയം അങ്ങയുടെ കർത്താവെ വചനവുമായി ഇരിക്കുവാൻ ദൈവം കൃപ തന്നു. കർത്താവെ, വിളക്കിൽ എണ്ണയൊഴിച്ച കന്യകമാരെയും വിളക്കിൽ എണ്ണയൊഴിക്കാത്ത കന്യകമാരെക്കുറിച്ച് ഞങ്ങൾ ഇന്ന് പഠിച്ചു. ഇന്ന് പകൽക്കാലം സ്വർഗത്തിലെ അപ്പാ, കർത്താവെ ഏത് സമയം വരുമെന്ന് കർത്താവെ അറിയാത്തത് കൊണ്ട് ഞങ്ങൾ ഒരുങ്ങിയിരിപ്പാൻ തക്കവണ്ണം ഞങ്ങളെ ശക്തരാക്കണമേ. ഞങ്ങളുടെ ദേഹവും ദേഹി ആത്മാവും ദിനം പ്രതി രൂപാന്തരപ്പെടുത്തി കർത്താവെ സ്തോത്രം. അനേകര് കർത്താവെ ഈ ലോകത്തിൽ കർത്താവെ പട്ടുപോയി. ഹല്ലേലൂയ സ്തോത്രം. കനാൻ ദേശം എത്തുന്നതിന് മുമ്പ് കർത്താവെ പട്ടുപോയെങ്കിൽ ആ കർത്താവെ നിത്യതയിൽ എത്തപ്പെടുവാൻ, കർത്താവെ ആ പുത്തൻ യെരൂശലേമിൽ ഞങ്ങൾ എത്തപ്പെടുവാൻ തക്കവണ്ണം ആത്മാവിൻ്റെ ശക്തിയോടെ ഞങ്ങൾ ഒരുങ്ങിയിരിപ്പാൻ തക്കവണ്ണം വിളക്കിൽ എണ്ണ ഒഴിച്ച കന്യകമാരെ പോൽ ഞങ്ങൾ ഒരുങ്ങിയിരിപ്പാൻ ഞങ്ങൾക്ക് കൃപ തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ കർത്താവെ, ഇന്ന് നിൻ്റെ മക്കൾ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ഒരു മനസ്സോട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവെ പ്രാർത്ഥിക്കുവാൻ ആവശ്യപ്പെട്ട നിൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി സ്തോത്രം ചെയ്യുന്നു. വിവിധ ആവശ്യങ്ങളായി നിൻ്റെ മക്കൾ കർത്താവെ പ്രാർത്ഥിക്കുവാൻ അപേക്ഷിച്ചുവല്ലോ. ആ അപേക്ഷിച്ച എല്ലാ മക്കളെയും നിൻ്റെ തിരുക്കരങ്ങളിൽ ഏൽപ്പിക്കുക. കർത്താവെ, ആ ചാനൽ കമൻറ്റ് ബോക്സിനകത്തൂടെ പറഞ്ഞ നിൻ്റെ മക്കൾക്ക് വേണ്ടി കർത്താവ് കമൻറ്റ് ചെയ്ത കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. എല്ലാ മക്കളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ സ്തോത്രം. അതുപോലെ കർത്താവെ, വോയിസ് ഇട്ടവരെയും കോൾ ചെയ്തവരെയും എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അപ്പാ സ്തോത്രം. എല്ലാ കുടുംബങ്ങളെ ഓർത്ത് സ്തോത്രം. മാതാപിതാക്കൾ, സഹോദരങ്ങൾ, കുഞ്ഞുങ്ങളെ ഓർത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നു പിതാവേ. അപ്പാ സഹായിക്കണമേ, ശക്തീകരിക്കണമേ. രോഗികളായവർ കർത്താവെ സ്തോത്രം, തലമുറകളില്ലാതെ ഭാരപ്പെടുന്നത് ഉദരഫലം കർത്താവെ രണ്ടും രണ്ടായി തീരുന്നിടം വരെ കാത്ത് സൂക്ഷിക്കണമേ എന്ന് അപേക്ഷിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ. സാമ്പത്തിക ബാധ്യതകളായി കഷ്ടം അനുഭവിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജോലിയില്ലാതെ കഷ്ടം അനുഭവിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിവാഹ ജീവിതം കർത്താവെ, അതേ വിവാഹത്തിന് കർത്താവെ എല്ലാം ഫിക്സ് ചെയ്ത് കർത്താവെ അതിന് മുന്നോട്ട് പോകാൻ അതിന് വേണ്ട സാമ്പത്തികം ആവശ്യമുള്ള മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ. തലമുറകളില്ലാതെ ഭാരപ്പെടുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മാതാപിതാക്കളെ നോക്കുവാൻ കഴിയാതെ കർത്താവ്, മാതാപിതാക്കൾ ഒറ്റപ്പെട്ട് കഴിയുന്ന മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ. സഹോദരങ്ങളെല്ലാം തിരുക്കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. തലമുറകൾ കർത്താവെ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു പോയ കർത്താവെ അകാല മരണത്തിൽ വേദനിക്കുന്ന മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അവർക്ക് വേണ്ട ആശ്വാസവും സമാധാനവും സന്തോഷവും കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ വിവിധ കഷ്ടങ്ങളായിരിക്കുന്നതിൻ്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തന്നെ കർത്താവെ, കുടുംബത്തിൽ ഹല്ലേലൂയ സ്തോത്രം, കർത്താവിനെ കണ്ടതിൻ്റെ പേരിൽ പ്രതികൂലം അനുഭവിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എൻ്റെ ദൈവമേ, കുടുംബത്തിൽ ഹല്ലേലൂയ ദൈവത്തെ ആരാധിപ്പാൻ ഹല്ലേലൂയ സ്വാതന്ത്ര്യം കൊടുക്കാത്ത ഭവനങ്ങളുണ്ട്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരെല്ലാവരും യേശുവിനെ കാണുവാൻ കർത്താവ് സഹായിക്കണം. ഒരു കുളമ്പ് പോലും അവശേഷിക്കാതെ സർവ്വരും യേശുവിനെ കാണുവാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ആ പ്രാർത്ഥനയ്ക്കായി അപേക്ഷിച്ച എല്ലാ മക്കളെയും ഓർത്ത് ഒരിക്കൽ കൂടി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ കർണാടക സംസ്ഥാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവശക്തി വ്യാപരിക്കണമേ. ഈ ദേശത്തോട് കരുണ തോന്നണമേ. 31 ജില്ലകളിൽ ദൈവപ്രവൃത്തി വെളിപ്പെടണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ സ്തോത്രം. സുവിശേഷം അറിയാത്ത ഉൾഗ്രാമങ്ങളിൽ കർത്താവിന്റെ സുവിശേഷം എത്തപ്പെടുവാൻ ഈ ദിവസങ്ങളിൽ വഴിയും വാതിലും തുറക്കണമെന്ന് പ്രാർത്ഥിക്കുക. അതിന് വിരുദ്ധമായി പൊങ്ങുന്ന സകല നുഖങ്ങൾ, പൈശാചിക നുഖങ്ങൾ പുഷ്ടി നിമിത്തം തകർന്നു പോകട്ടെ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ. ഹല്ലേലൂയ. കർത്തൃദാസന്മാരെ ബലപ്പെടുത്തണമേ. ശുശ്രൂഷകന്മാർ ശക്തിയേറിയതും മൂർച്ചയേറിയതും പല്ലേറിയതുമാക്കി അവരെ തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അമേ കർത്താവിന്റെ ആലയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിശ്വാസി സമൂഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ ദാസന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജയിലറുകൾ കിടക്കുന്ന കർത്തൃദാസന്മാർ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ സ്തോത്ര. ഹല്ലേലൂയ. ഇന്ത്യ മഹാരാജ്യത്തിലുള്ള 28 സ്റ്റേറ്റിൽ 9 കേന്ദ്രഭരണ പ്രദേശത്തിൽ ദൈവപ്രവൃത്തി വെളിപ്പെടണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ദൈവത്തിന് വിരോധമായി സുവിശേഷം പറയുവാൻ കർത്താവ് എതിരായി നിൽക്കുന്ന ജനത്തെ തിരുക്കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവെ, അവരും എൻ്റെ യേശുവിനെ കാണുവാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തു മാത്രം ദൈവമാണ്. ആ ദൈവത്തിൽ മാത്രം അടിയുറച്ച് വിശ്വസിക്കുവാൻ തക്കവണ്ണം ദൈവത്തിന് മനുഷ്യർക്ക് മധ്യേ ഒരു
മധ്യസ്ഥനെയുള്ളത് കർത്താവായ യേശു ക്രിസ്തു മാത്രമാണെന്ന് വിശ്വസിച്ച് ആ ദൈവത്തിൽ പ്രത്യാശയുള്ളവരായി തീരുവാൻ തക്കവണ്ണം കർത്താവിൻ്റെ വരവിൽ സകലരും എടുക്കപ്പെടുവാൻ ദൈവം സഹായിക്കണമേ. സുവിശേഷ ഘോഷണത്തിന് എവിടൊക്കെ കർത്താവെ തടസ്സമുണ്ടോ അവിടൊക്കെ ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. എവിടൊക്കെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ആമയെ സ്തോത്രം സംസാരിക്കുവാൻ ഇടയാകുന്നിടത്തെ ആമയെ വിലക്കുന്നിടമെല്ലാം യേശുവിൻ്റെ നാമത്തിൽ അവിടെ ശക്തമായ സുവിശേഷ ഘോഷണം നടക്കുവാൻ ദൈവത്താൽ വാതിൽ തുറക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കേരള സംസ്ഥാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവശക്തിയോടെ വ്യാപരിക്കട്ടെ. പ്രത്യേകാൽ വയനാട് പ്രദേശത്ത് കർത്താവേ സ്തോത്ര ഹല്ലേലൂയ ദുരന്തങ്ങളൊക്കെ നടന്ന സ്ഥലങ്ങൾക്കായി സ്തോത്രം. അവിടെയുള്ള ജനം അവശേഷിച്ച മക്കൾക്ക് വേണ്ടി ഒരിക്കൽ കൂടി സ്തോത്രം ചെയ്ത് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഞങ്ങൾ കൂടി കർത്താവെ കൂട്ടായ്മ ആചരിക്കുന്ന അതേ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആ സഭയാം കുടുംബങ്ങൾ അവിടെയുള്ള കർത്താവെ അപാലവൃത്ത ജനത്തെ കർത്തൃദാസൻ കുടുംബം എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. തലമുറകളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇവിടെ വിദ്യാഭ്യാസം ചെയ്യാൻ വന്ന മക്കളെ എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളൊക്കെ ഒറ്റപ്പെട്ട് കഴിയുന്നുവെങ്കിൽ കർത്താവെ ലോകത്തിന് അനുരൂപമായി ജീവിക്കാതെ ദൈവത്തിന് പ്രസാദമുള്ള നല്ല മക്കളായി യൗവനകാലം തുച്ഛീകരിക്കാതെ ദൈവത്തോടുകൂടെ ദൈവശബ്ദം കേൾപ്പാൻ മക്കളെ സഹായിക്കണമേ. കർത്താവെ, വിദേശ രാജ്യങ്ങളെല്ലാം തിരുക്കരങ്ങളിൽ ഗൾഫ് കൺട്രികളെയൊക്കെ ഏൽപ്പിക്കുകയാണ്. കർത്താവെ, ജനവാസയോഗ്യമുള്ള എല്ലാ ഭൂഖണ്ഡങ്ങളെ തിരുക്കരങ്ങളിൽ ഏൽപ്പിച്ച് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സഹോദരങ്ങൾ, ബന്ധുമിത്രാദികൾ, ചാർച്ചക്കാർ, ദേശം, രാജ്യം, ലോകരാജ്യങ്ങൾ, ഞങ്ങളുമായി ബന്ധപ്പെട്ട സകല മേഖലകളിലുള്ള ജനം എല്ലാവരും വിടുവിക്കപ്പെടട്ടെ. ഒരൊറ്റ വ്യക്തി പോൽ നഷ്ടപ്പെട്ടു പോകല്ലേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്കിന്ന് പ്രാർത്ഥിക്കുവാൻ ദൈവം തന്ന സാവകാശത്തിനായി സ്തോത്രം. കർത്താവെ, നാളെ പകൽക്കാലം കർത്താവെ പിന്നെയും നിന്റെ സന്നിധിയിൽ വരുവാൻ ഞങ്ങൾക്ക് ഒരുമിച്ച് പ്രാർത്ഥിപ്പാനും തിരിഹിതമാണെങ്കിൽ അപ്പായുടെ വരവ് താമസമെങ്കിൽ ഞങ്ങൾ ഒരുമിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ദൈവം സഹായിച്ചാട്ടെ. ഇന്ന് പകൽക്കാലം ഞങ്ങൾക്ക് തന്ന നല്ല കൂട്ടായ്മയ്ക്കായി നന്ദി പറയുന്നു കർത്താവെ. ഞങ്ങളുടെ കൂട്ടായ്മയ്ക്കും ഞങ്ങളുടെ കർത്താവെ ദൈവത്തോടുള്ള ബന്ധത്തിനും ഞങ്ങൾ ദൈവത്തിൽ ആശ്രയിക്കും. ഞങ്ങളുടെ ശുശ്രൂഷ മേഖലകളിലും ഞങ്ങളുടെ കർത്താവെ ഞങ്ങളുടെ കുടുംബ ജീവിതം, ഞങ്ങളുടെ തലമുറകൾ, ഞങ്ങളുടെ ശുശ്രൂഷ മേഖലകൾ കർത്താവെ എല്ലാ മേഖലകളും ഞങ്ങളുടെ ദൗത്യം പൂർത്തീകരിക്കുവാനും തടസ്സമായി നിൽക്കുന്ന സകല പൈശാചിക നുഖങ്ങൾ പുഷ്ടി നിമിത്തം തകർന്നു പോകട്ടെ. യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ കർത്താവെ ഞങ്ങൾക്ക് വിരോധമായ ഒരു ആയുധവും ഫലിക്കാതെ വണ്ണം കർത്താവെ യുദ്ധം യഹോവയ്ക്കുള്ളതാകയാൽ ഇന്ന് പകൽക്കാലം കർത്താവെ ഞങ്ങൾക്ക് വിരോധമായി നിൽക്കുന്ന എല്ലാ ഇരുളിൻ്റെ മണ്ഡലങ്ങളുടെ മേലും സ്വർലോകത്തിൻ്റെയും ഭൂലോകത്തിൻ്റെയും അധോലോകത്തിൻ്റെയും താക്കോൽ കൈവശമുള്ള നസ്രയനായ യേശുവിൻ്റെ നാമത്തിൽ സകല തടസ്സങ്ങൾ വഴിമാറിപ്പോകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് അത്ഭുത വിടുതൽ അയച്ചതിനായി നന്ദി പറയുന്നു. അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലവും ദൈവിക സമാധാനവും സന്തോഷവും സ്വസ്ഥതയും കൊണ്ട് നിങ്ങളുടെ ഹൃദയങ്ങളെ നിറയ്ക്കട്ടെ. ഇന്ന് പകൽക്കാലം നിങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന ചില വിഷയത്തിൻ്റെ മേൽ ഇന്ന് വൈകുന്നതിനകത്തൊരു ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ. നാളെ നമ്മൾ കാണും വരെയും കർത്താവ് നമ്മളെ ആ ഭദ്രമേറിയ ചെറുകന്മറയിൽ മറയ്ക്കട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.